ഹരേ രാമ ഹരേ കൃഷ്ണ. 2024 ആദ്യ സൂര്യഗ്രഹണം ഇന്നാണ്. ഇന്ന് ഏപ്രിൽ 8. സൂര്യഗ്രഹണത്തിന് ശേഷം ചില നാളുകാർക്ക് വന്നു ചേരുവാൻ പോകുന്നത് ഇന്നാണ്. ആ സൂര്യഗ്രഹണം നടക്കുന്നത് 126 വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ സമ്പൂർണമായ ഒരു സൂര്യഗ്രഹണം വന്നു ചേരുന്നത്. മനുഷ്യനും ഗ്രഹങ്ങളുമായി ജ്യോതിഷപരമായി വലിയ ബന്ധങ്ങളുണ്ട്. ഈ സൂര്യഗ്രഹണം മൂലം വളരെയധികം ഭാഗ്യമാണ് ചില രാശിക്കാർക്ക് വന്നു ചേരുവാൻ പോകുന്നത്. എന്നിരുന്നാൽ ചില രാശിക്കാർക്ക് കഷ്ടകാലവും വന്നു ചേരും. ഇനി വലിയ നേട്ടങ്ങൾ കൊയ്യുന്ന രാശിക്കാര് ആരൊക്കെയാണെന്ന് നോക്കാം. ആദ്യം മേടം രാശിക്കാരാണ്. മേടം രാശിക്കാർക്ക് ഇന്ന് മോശമായ ഒരു ദിവസമായിരിക്കും. ചുമ, ജലദോഷം, പനി, മാനസികമായ വിഷമതകൾ എന്നിവയെല്ലാം നിങ്ങൾക്ക് വന്നു ചേരാം. മറ്റുള്ളവരെ സഹായിക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം തിരിച്ചടിയാകുന്ന ഒരു ദിവസമാണ് ഇന്ന്. സാമ്പത്തികമായ ഇടപാടുകൾ, മറ്റുള്ളവർക്ക് സാക്ഷി നിൽക്കുക, ജാമ്യം നിൽക്കുക എന്നിവയെല്ലാം ഒഴിവാക്കേണ്ടതാണ്. നിങ്ങളുടെ ആത്മവിശ്വാസമില്ലായ്മയും തീരുമാനങ്ങൾ എടുക്കുവാനുള്ള കഴിവുകേടും നിങ്ങളുടെ വിഷമതകളും വളരെയധികം വർദ്ധിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. വലിയ നഷ്ടങ്ങൾക്ക് സാധ്യതയുള്ളപ്പോൾ നിങ്ങൾ ചെറിയ കാര്യങ്ങളുടെ പുറകെ പോകുന്നത് വളരെയധികം ദോഷഫലങ്ങളായിരിക്കും നിങ്ങൾക്ക് സമ്മാനിക്കുക. അടുത്തത് ഇടവം രാശിക്കാരാണ്. ഇടവ രാശിക്കാർക്ക് വളരെയധികം അഭിവൃദ്ധിയും ധന നേട്ടവുമാണ് വന്നു ചേരുവാൻ പോകുന്നത്. ധനപരമായി വലിയ ലാഭങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. അതുപോലെ ഉദ്യോഗസ്ഥർക്ക് നിങ്ങളുടെ ജോലി കയറ്റം ലഭിക്കുന്നതിനും സാധ്യതയുണ്ട്. ബിസിനസ് ഇടപാടുകളിൽ നിന്നും ഉയർന്ന ലാഭം നിങ്ങൾക്ക് വന്നു ചേരും. നിങ്ങളുടെ സുഹൃത്തുക്കളോടും കുടുംബത്തോടുമൊപ്പം സമയം ചെലവിടുന്നതിന് നിങ്ങൾക്ക് നല്ല ഒരു അവസരം വന്നു ചേരും. വീടിന് പുറത്ത് ഉല്ലാസകരമായി സമയം ചെലവിടുവാനുള്ള ഒരു ദിവസം കൂടിയാണ് നിങ്ങൾക്കിന്ന് വന്നു ചേരുന്നത്. പുതിയ പുതിയ ആളുകളെ കാണുവാനും പുതിയ സൗഹൃദങ്ങൾ കെട്ടിപ്പടുക്കാനും നിങ്ങൾക്ക് സാധിക്കും. അതുവഴി ഭാവിയിൽ നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യുകയും ചെയ്യും. അടുത്തത് മിഥുനം രാശിക്കാരാണ്. മിഥുന രാശിക്കാർക്ക് ഇന്ന് വളരെയധികം സന്തോഷകരവും ശുഭകരവുമായ ദിവസമായിരിക്കും എത്തിച്ചേരുക. നിങ്ങളുടെ സഹപ്രവർത്തകരും മേലുദ്യോഗസ്ഥരും നിങ്ങളോട് വളരെയധികം സൗഹൃദവും മതിപ്പും പ്രകടിപ്പിക്കും. നിങ്ങളുടെ അന്തസ്സും പ്രശസ്തിയും വളരെയധികം വർദ്ധിക്കുന്ന ഒരു ദിവസമാണ് ഇനി. ഉദ്യോഗക്കയറ്റത്തിൽ എത്തിച്ചേരുവാൻ ഈ രാശിക്കാർക്ക് വളരെയധികം സാധ്യതകൾ വന്നു ചേരും. നിങ്ങളുടെ സുഹൃത്തുക്കളും അല്ലെങ്കിൽ ആരാധകരും നിങ്ങൾക്ക് സമ്മാനങ്ങളുമായി വന്നെത്തുവാൻ ഇടവരും. ഇന്ന് നിങ്ങളെ ഒരു രീതിയിലുമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല. ഒത്തുചേരലുകൾ നിങ്ങളുടെ സൗഖ്യം ഉറപ്പിക്കുകയും ചെയ്യും. അടുത്തത് കർക്കിടകം രാശിക്കാരാണ്. കർക്കിടക രാശിക്കാർക്ക് ഇന്ന് വളരെയധികം സമയവും പ്രാർത്ഥനയിലും ക്ഷേത്ര ദർശനത്തിലും മതപ്രഭാഷണങ്ങളിലും ചെലവഴിക്കുന്ന ഒരു ദിവസമാണ്. മതപരമായ ദർശനങ്ങൾ നിങ്ങൾക്ക് വളരെയധികം നേട്ടം കൊണ്ടുവരും. നിങ്ങളുടെ കുടുംബാംഗങ്ങളും ഈ അവസരത്തിൽ നിങ്ങളോടൊപ്പം കൂടുന്നതാണ്. അങ്ങനെ കുറച്ച് നല്ല സമയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെലവഴിക്കുവാൻ സാധിക്കും. നിങ്ങളുടെ ആരോഗ്യവും സാമ്പത്തിക നിലയും വളരെയധികം തൃപ്തികരമായ നിലയിലായിരിക്കും. നിങ്ങളുടെ ശാന്തതയെ ഭജിക്കാൻ ശത്രുക്കൾക്ക് പോവും ആവില്ല. ചുരുക്കത്തിൽ എല്ലാം ഭദ്രം തന്നെയാണ് നിങ്ങൾക്ക്. പെട്ടെന്നുള്ള ഭാഗ്യമോ ധനാഗമ മാർഗമോ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. ഗ്രഹനില അനുസരിച്ച് നിങ്ങളുടെ ജീവിതം വലിയ ഉയരങ്ങളിൽ എത്തുവാനുള്ള സാധ്യതകൾ വന്നു ചേരും. അടുത്തത് ചിങ്ങം രാശിക്കാരാണ്. ചിങ്ങരാശിക്കാർക്ക് സമ്മിശ്രമായ ഫലമായിരിക്കും ഈ ദിവസം വന്നു ചേരുക. മതപരവും ശുഭകരവുമായ കാര്യങ്ങൾ ഇന്ന് നിങ്ങൾക്ക് മുഴുകേണ്ടി വരും.
ഒരു പുണ്യസ്ഥലത്തേക്ക് യാത്ര പോകുവാനും അവസരം വന്നു ചേരും. നിങ്ങളുടെ കോപം വളരെയധികം നിയന്ത്രിക്കേണ്ട ദിവസമാണ് ഇന്ന്. വിദേശത്തുള്ള പ്രിയപ്പെട്ടവരിൽ നിന്നും ചില നല്ല വാർത്തകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇന്ന് ഏറ്റെടുത്ത ജോലികൾക്കിടയിൽ പല തടസ്സങ്ങളും നേരിടേണ്ടി വരും. പക്ഷേ നിങ്ങളുടെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അത് പൂർത്തീകരിക്കുവാൻ ശ്രമിക്കേണ്ടതാണ്. നിങ്ങൾക്ക് മാനസികമായി വളരെയധികം അസ്വസ്ഥതകൾ നേരിടേണ്ടി വരും. അതിനൊരു പ്രധാന കാരണമെന്ന് പറയുന്നത് നിങ്ങളുടെ കുട്ടികൾ മുഖാന്തരം ആയിരിക്കും. ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നത് മൂലം, മനസ്സ് ഏകാഗ്രമാക്കുന്നത് മൂലം ഈ കഷ്ടതകളെല്ലാം മാറുന്നതായിരിക്കും. അടുത്തത് കന്നി രാശിക്കാരാണ്. കന്നി രാശിക്കാരായ ആളുകൾ പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ഇന്ന് നല്ല ഒരു ദിവസമാണ് വന്നെത്തുക. റോഡരികിലെ കടകളിൽ കിട്ടുന്ന ഭക്ഷണങ്ങൾ കഴിവതും ഒഴിവാക്കേണ്ടതാണ്. നിങ്ങൾക്ക് വളരെയധികം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുപോലെ തന്നെ കോപവും കടുത്ത വാക്കുകളും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. കുടുംബാംഗങ്ങളുമായി നടക്കുന്ന രോഷാകുലമായ ചർച്ച അതല്ലെങ്കിൽ തർക്കം നിങ്ങളെ അസന്തുഷ്ടനാക്കും. ജലം, ജലാശയങ്ങൾ എന്നിവയിൽ ഇറങ്ങുന്നതും കുളിക്കുന്നതും എല്ലാം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. നിങ്ങളുടെ സാമ്പത്തികമായ ചെലവ് ഇന്ന് വളരെയധികം വർദ്ധിക്കും. നിയമവിരുദ്ധമോ അധാർമികമോ ആയ പ്രവൃത്തികളിൽ നിന്നും മാറി നിൽക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം വളരെയധികം പ്രശ്നങ്ങളിലേക്ക് നിങ്ങളെ നയിക്കും. അടുത്തത് തുലാം രാശിക്കാരാണ്. തുലാം രാശിക്കാർക്ക് ഇന്ന് വളരെയധികം സന്തോഷവും ഭാഗ്യവും നിറഞ്ഞ ഒരു ദിവസമായിരിക്കും വന്നെത്തുക. ഭിന്ന സംസ്കാരങ്ങൾ സമ്മേളിക്കുന്ന പരിപാടികൾക്കായി ഇന്ന് നിങ്ങൾ സമയം വളരെയധികം ചെലവഴിക്കും. ഇന്ന് പുതിയ വസ്ത്രങ്ങളും ആഭരണങ്ങളും നിങ്ങൾ വാങ്ങിക്കൂട്ടുകയും അണിഞ്ഞൊരുങ്ങുകയും ചെയ്യും. ശാരീരികമായും മാനസികമായും വളരെയധികം ഉന്മേഷം വന്നെത്തുന്ന ഒരു ദിവസമാണ്. സമൂഹത്തിൽ നിങ്ങളുടെ മാന്യതയും അംഗീകാരവും ലഭിക്കുന്നതോടൊപ്പം ആസ്വാദ്യകരമായ ചടങ്ങുകൾക്ക് പങ്കെടുക്കുവാനുള്ള അവസരവും നിങ്ങൾക്ക് വന്നു ചേരും. അടുത്തത് വൃശ്ചികം രാശിക്കാരാണ്. വൃശ്ചിക രാശിക്കാരുടെ കുടുംബാന്തരീക്ഷം ഇന്ന് വളരെയധികം സമാധാനപൂർണമായിരിക്കും. മാനസികവും ശാരീരികവുമായി നിങ്ങളുടെ ആരോഗ്യം വളരെയധികം ഉന്മേഷം നിറഞ്ഞതാവും. രോഗികൾക്ക് നവോന്മേഷം തോന്നുന്ന ഒരു സമയമാണ്. കാരണം നിങ്ങളുടെ ആരോഗ്യത്തിൽ ഗണ്യമായ പുരോഗതി ഇന്ന് അനുഭവപ്പെടും. സഹപ്രവർത്തകരിൽ നിന്നും സഹായ സഹകരണങ്ങൾ വന്നു ചേരും. മാത്രവുമല്ല, എതിരാളികളെ വിജയകരമായി നേരിടാനും നിങ്ങൾക്ക് കഴിയും. നിങ്ങളുടെ ഒരു പഴയ സ്നേഹിതയെ കണ്ടുമുട്ടുവാൻ ഇടയുണ്ട്. അപൂർണമായ ജോലികളെല്ലാം നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ സാധിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. സാമ്പത്തികമായി വളരെയധികം ലാഭം നിങ്ങളിൽ വന്നു ചേരും. നിങ്ങളുടെ ചെലവ് കുറയുകയും ചെയ്യും. വളരെയധികം ആനന്ദ ലബ്ധി നിങ്ങൾക്ക് വന്നു ചേരുന്ന ഒരു ദിവസമാണ് ഇന്ന്. അടുത്തത് ധനു രാശിക്കാരാണ്. ധനുരാശിക്കാരായ ആളുകൾ യാത്രാ പദ്ധതികൾ മാറ്റിവെക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ നിങ്ങളെ വളരെയധികം വിഷമിപ്പിച്ചേക്കാം. നിങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും പ്രശ്നങ്ങൾ മൂലം വളരെയധികം നിങ്ങളുടെ മനസ്സിന് സങ്കടങ്ങൾ വന്നു ചേരും. നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ വിജയിക്കാൻ കഴിയാത്തത് നിങ്ങളുടെ മനസ്സിനെ വളരെയധികം നിരാശപ്പെടുത്തും. കോപം നിയന്ത്രിക്കുവാനും ഭൗതിക ചർച്ചകളിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യുന്നത് വളരെയധികം ഗുണം ചെയ്യുകയും ചെയ്യും. കലയിലും സാഹിത്യത്തിലും ഇന്ന് നിങ്ങൾക്ക് താല്പര്യം തോന്നാം. പ്രിയപ്പെട്ട ആളുകളുമായി ഏറെ സമയം സല്ലപിക്കുന്നത് മൂലം മനസ്സിന് വളരെയധികം ശാന്തത വന്നു ചേരും. അടുത്തത് മകരം രാശിക്കാരാണ്. നിങ്ങളുടെ ഉന്മേഷവും പ്രസരിപ്പും ഇന്ന് നഷ്ടമാകും. മാനസികമായും ശാരീരികമായും വളരെയധികം പ്രശ്നങ്ങൾ നിങ്ങളെ ഇന്ന് അലട്ടുന്നതാണ്. ഇതിന് കാരണം നിങ്ങളുടെ കുടുംബത്തിലെ സംഘർഷമാകാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് നെഞ്ചുവേദനയോ ഉറക്കമില്ലായ്മയോ അനുഭവപ്പെടാം. അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശസ്തിയും സാമൂഹിക പദവിയും ബാധിക്കുന്ന സംഭവങ്ങൾ വന്നു ചേരും. സന്തോഷത്തിൻ്റെയും ഈ അഭാവം മൂലം ദിവസം മുഴുവനും വളരെയധികം വിഷമതകൾ നിറഞ്ഞതായി തീരും.
ജലാശയങ്ങളിൽ നിന്നും സ്ത്രീകളിൽ നിന്നും പ്രതികൂല സ്വാധീനത്താൽ അകന്നു നിൽക്കുന്നതാണ് നല്ലത്. വളരെയധികം ദോഷ ദിവസമാണ് നിങ്ങൾക്കിന്ന് വന്നു ചേരുന്നത്. അടുത്തത് കുംഭം രാശിക്കാരാണ്. വളരെയധികം സന്തോഷവും സംതൃപ്തിയും നിറഞ്ഞ ഒരു ദിവസമായിരിക്കും നിങ്ങൾക്ക് വന്നു ചേരുക. വിഷമതകളിൽ നിന്നും വളരെ അകലെ ഉല്ലാസകരമായി ഒരു ദിവസം നിങ്ങൾക്ക് ചിലവഴിക്കുവാൻ സാധിക്കും. സുഹൃത്തുക്കളുമായി കുലശം കൈമാറുകയും സഹോദരങ്ങൾക്കൊപ്പം രസകരമായ സമയം ചെലവഴിക്കുകയും നിങ്ങൾ ചെയ്യുന്നതാണ്. ഒരു ഉല്ലാസയാത്ര നിങ്ങൾ സംഘടിപ്പിച്ചേക്കും. എതിരാളികളെ പിറകോട്ട് തള്ളിക്കൊണ്ട് വളരെ വിജയം നിങ്ങൾക്ക് കൈവരിക്കുവാൻ സാധിക്കും. വളരെയധികം ഭാഗ്യം നിറഞ്ഞ ഒരു ദിവസമാണ് നിങ്ങൾക്ക്. എല്ലാ രീതിയിലും സാമ്പത്തികമായ ഉയർച്ചയും ജീവിതത്തിൽ വലിയ ഉയരങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു ദിവസമാണ് നിങ്ങൾക്ക് ഇന്ന് സമ്മാനിക്കുക. അടുത്തത് മീനം രാശിക്കാരാണ്. മീനരാശിക്കാരായ ആളുകൾ നിങ്ങളുടെ വരവ് ചെലവ് കണക്കുകൾ കൃത്യമായി പാലിക്കേണ്ടതാണ്. ഇന്ന് സാമ്പത്തികമായ ചെലവുകൾക്ക് വളരെയധികം സാധ്യതയുണ്ട്. നിങ്ങളുടെ കോപവും സംസാരവും നിയന്ത്രിച്ചില്ലെങ്കിൽ മറ്റുള്ളവരുമായി സംഘർഷത്തിലേർപ്പെടുവാൻ സാധ്യത വന്നുചേരും. ആരോഗ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ശരാശരി ദിവസമായിരിക്കും നിങ്ങൾക്ക് സമ്മാനിക്കുക. പണം വാങ്ങുകയോ കൊടുക്കുകയോ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായുള്ള തർക്കങ്ങളും അർത്ഥശൂന്യമായ ചിന്തകളും ഒഴിവാക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള ചിന്തകൾ കാരണം നിങ്ങളുടെ ഈ ദിവസം വളരെയധികം മോശമാക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ. എല്ലാവർക്കും ഈശ്വരൻ്റെ അനുഗ്രഹവും കടാക്ഷവും വന്നു ചേരട്ടെ.